നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെക്കൻ ലബനനിൽ രണ്ടിടങ്ങളിലായി ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 10 ഗ്രാമീണരടക്കം 13 പേർ കൊല്ലപ്പെട്ടതിന് തിരിച്ചടിയായി ഇസ്രയേലിന് നേരെ ഡസൻ കണക്കിന് റോക്കറ്റുകൾ തൊടുത്തുവിട്ടതായി പ്രതികരിച്ച ഹിസ്ബുള്ള. ഗാസ യുദ്ധത്തിന് സമാന്തരമായുള്ള ഏറ്റുമുട്ടൽ ആശങ്കകൾക്ക് ആക്കം കൂട്ടുന്നതാണെന്ന് ഐക്യരാഷ്ട്രസഭ പ്രതികരിച്ചു. മരിച്ചവരിൽ 7 പേർ ഒരു കുടുംബത്തിൽ നിന്നുള്ളവരും 3 പേർ ലബനീസ് സായുധ സംഘടനയായ ഹിസ്ബുള്ളയിലെ അംഗങ്ങളുമായിരുന്നു. നബാത്തിയോവ് നഗരങ്ങളിലും ചില പ്രദേശങ്ങളിലും മിസൈലുകൾ പതിച്ചിരുന്നു. ഗാസയിൽ 4 മാസമായി തുടരുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് ലബനീസ് അതിർത്തിയിലുണ്ടാകുന്ന ഏറ്റവും മാരകമായ ആക്രമണങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ലബനനിൽ നിന്നുള്ള മിസൈൽ ആക്രമണത്തിൽ ഇസ്രയേലിലെ ഒരു പട്ടാളക്കാരൻ കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് സൈന്യം തിരിച്ചടിച്ചത്. ആക്രമണത്തിന് ശക്തമായി തിരിച്ചടി നൽകുമെന്ന് ഹിസ്ബുള്ള മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ആക്രമണം ഉണ്ടായത്. ഈ കുറ്റകൃത്യങ്ങൾക്ക് ശത്രുക്കൾ വില കൊടുക്കുമെന്ന് ഹസൻ ഫദ്ലല്ല പറഞ്ഞു. ഹിസ്ബുള്ളയ്ക്ക് അവരുടെ ജനങ്ങളെ സംരക്ഷിക്കാനുള്ള നിയമപരമായ അവകാശമുണ്ടെന്ന് ഹസൻ കൂട്ടിച്ചേർത്തു. ലബനാനിൽ നിന്ന് കിറിയത്ത് മോനയ്ക്ക് നേരെ നിരവധി മിസൈലുകൾ അയച്ച് ഹിസ്ബുള്ള ആക്രമിക്കുകയായിരുന്നു. ഇസ്രയേൽ സേന ദക്ഷിണ ലബനനിൽ പ്രത്യാക്രമണം നടത്തുകയും ചെയ്തു. അതിനിടെ അമേരിക്കയുടെ ശക്തമായ ഇടപെടലുണ്ടായിട്ടും ഇസ്രയേലിന്റെ കടുംപിടുത്തം കാരണം ഗാസയിൽ വെടിനിർത്തൽ ചർച്ച വീണ്ടും വഴിമുട്ടി. ഹമാസിന്റെ സാങ്കല്പിക ഉപാധികളോടെ ഒത്തുപോകാനാവില്ലെന്ന് വ്യക്തമാക്കിയ നെതന്യാഹു ഇസ്രയേൽ സംഘത്തെ കൊയ്റയിൽ നിന്ന് തിരികെ വിളിക്കുന്നെന്ന് മുന്നറിയിപ്പ് നൽകി. ഇറാനിയൻ സൈനിക കപ്പലിന് നേരെ അമേരിക്ക സൈബർ ആക്രമണം നടത്തിയതായി US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് NBC ചാനൽ റിപ്പോർട്ട് ചെയ്തു. ബ്രിട്ടീഷ് കപ്പലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയതായി ഹൂതികൾ അറിയിച്ചു. വെടിനിർത്തൽ കരാർ വ്യവസ്ഥകൾ ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത യുദ്ധകാര്യ മന്ത്രിസഭയുടെയും വിപുലീകൃത സർക്കാരിന്റെയും യോഗങ്ങളിൽ തീരുമാനമായിട്ടില്ലെന്നാണ് ഇസ്രയേൽ മാധ്യമങ്ങൾ അറിയിച്ചത്. മന്ത്രിമാർക്കിടയിലും അഭിപ്രായ ഭിന്നത ശക്തമാണ്. ഗാസയിലേക്ക് കൂടുതൽ സഹായം എത്തിച്ച് സംഘർഷത്തിന് അയവ് വരുത്തണമെന്ന മധ്യസ്ഥ രാജ്യങ്ങളുടെ ആവശ്യവും ഇസ്രയേൽ അംഗീകരിച്ചില്ല. കൂടുതൽ ചർച്ചകൾക്കായി CIA മേധാവി ഖത്തറിൽ നിന്ന് ഇസ്രയേലിലെത്തി. വെടിനിർത്തലിന് സർക്കാർ വഴങ്ങണമെന്നാവശ്യപ്പെട്ട് ബന്ദികളുടെ ബന്ധുക്കൾ ടെല്ലവീവിലെ പ്രധാന റോഡ് ഉപരോധിച്ചു. മരണമുനമ്പിൽ നിന്ന് തങ്ങളുടെ ഉറ്റവരെ എത്രയും വേഗം മോചിപ്പിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഗാസയിലെ അൽ നാസർ ആശുപത്രിക്ക് നേരെ നടന്ന ഇസ്രയേൽ അതിക്രമത്തെ UN-ഉം വിവിധ രാജ്യങ്ങളും അപലപിച്ചു. ഇസ്രയേൽ സൈന്യം അതിക്രമിച്ചു കയറിയ ഗാസയിലെ അൽ നാസർ ആശുപത്രിയിലെ സ്ഥിതി അതീവ ദയനീയമായി തുടരുകയാണ്. ആശുപത്രിയിൽ ഇരച്ചു കയറിയ സൈന്യം രോഗികളെയും അഭയാർത്ഥികളെയും ബലം പ്രയോഗിച്ച് പുറന്തള്ളി. സൈന്യം നടത്തിയ വെടിവയ്പിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. ഹമാസിന്റെ പ്രവർത്തന കേന്ദ്രമാണെന്ന പതിവ് കുറ്റപ്പെടുത്തൽ നടത്തിയാണ് അൽ നാസർ ആശുപത്രിക്ക് നേരെ ഇസ്രയേൽ അതിക്രമം. ആരോഗ്യ കേന്ദ്രങ്ങൾ തകർക്കാനും വംശീയ ഉന്മൂലനത്തിനും വേണ്ടി ഇസ്രയേൽ നടത്തുന്ന ആസൂത്രിത പ്രചരണം മാത്രമാണിതെന്ന് ഹമാസ് പ്രതികരിച്ചു. പിന്നിട്ട് 24 മണിക്കൂറിനിടയിൽ 87 പേർ കൂടി മരിച്ചതോടെ ഗാസയിലെ ആകെ മരണം 28,663 അതിനിടെ ഇറാൻ സൈനിക കപ്പലിന് നേരെ സൈബർ ആക്രമണം നടത്തിയെന്ന് US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് NBC ചാനൽ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇറാന്റെ പ്രതികരണം അറിവായിട്ടില്ല. ബ്രിട്ടീഷ് ചരക്ക് കപ്പലിന് നേരെ ആക്രമണം നടത്തിയതായി ഹൂതികളും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.